ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം നൽകുന്ന ചില സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BCCIയുടെ പുതിയ നീക്കങ്ങൾ ഇന്ത്യൻ ടീമിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതാൻ പോവുകയാണ്. ശ്രേയസ് അയ്യർക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു അംഗീകാരവും അതോടൊപ്പം തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ക്യാപ്റ്റൻസിയിൽ വരാൻ പോകുന്ന വലിയ മാറ്റവുമാണ് ഇന്നത്തെ വിഷയം. ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സമയമായിരുന്നില്ല. BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായതും ടീമിലെ സ്ഥാനം നഷ്ടപ്പെട്ടതും നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി മാറുകയാണ്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചത് അയ്യരുടെ ഗ്രാഫ് കുത്തനെ ഉയർത്തിയിരുന്നു. അതിനുശേഷം നടന്ന സീസണിൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിക്കാനും ശ്രേയസ് അയ്യറിന് സാധിച്ചിരുന്നു. BCCI വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ശ്രേയസ് അയ്യരുടെ കഠിനാധ്വാനം, ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനവും കണക്കിലെടുത്ത് അദ്ദേഹത്തെ BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് അച്ചടക്ക നടപടികളിലൂടെ പുറത്തായ താരം വലിയൊരു അംഗീകാരത്തോടെ തിരികെ വരുന്നു എന്ന് സാരം. എന്തിനാണ് അയ്യർക്ക് ഇപ്പോൾ ഇത്ര പ്രാധാന്യം നൽകുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി മാറിയത്. KKRൽ അയ്യറും ഗംഭീറും തമ്മിലുള്ള ആ ബന്ധം ഇന്ത്യൻ ടീമിലും പ്രതിഫലിക്കുമെന്ന് ബോർഡ് കരുതുന്നു. രണ്ടാമത്, അയ്യരുടെ നേതൃത്വ പാടവം. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇതിനോടകം തെളിയിക്കപ്പെട്ടതാണ്. T20 ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കുകയും അതിനുശേഷം സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 ക്യാപ്റ്റനാവുകയും ചെയ്തു. ക്യാപ്റ്റനായി അദ്ദേഹം ലോകകപ്പ് നേടിയെങ്കിലും അവിടെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം BCCIയുടെ ക്യാപ്റ്റൻസി നയമാണ്. നിലവിലെ പല ഫോർമാറ്റുകളിൽ പല ക്യാപ്റ്റന്മാരെ പരീക്ഷിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ BCCI ആലോചിക്കുന്നു. T20ക്കും ഏകദിനത്തിനും ഒരൊറ്റ ക്യാപ്റ്റൻ മതി എന്നാണ് BCCIയുടെ പുതിയ നിലപാട്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ഇത് സഹായിക്കുമെന്ന് അധികൃതർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ഏകദിന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ്. ആ സ്ഥാനത്തേക്ക് അയ്യർ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, വരാനിരിക്കുന്ന പരമ്പരകളുടെയൊക്കെ മാറ്റങ്ങളുടെ തുടക്കമാണിത്. ശ്രേയസ് അയ്യർക്ക് ടീമിൽ സ്ഥിരമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഈ മത്സരങ്ങൾ നിർണായകമാണ്. ഒപ്പം BCCIയുടെ പുതിയ കോൺട്രാക്ട് ലിസ്റ്റ് വരുമ്പോൾ അയ്യർക്ക് ഏത് ഗ്രേഡ് ലഭിക്കുമെന്ന് നാം കാത്തിരുന്ന് കാണണം. ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് വലിയ പരിവർത്തനത്തിന്റെ പാതയിലാണ്. പുതിയ നിയമങ്ങളും ക്യാപ്റ്റൻസി മാറ്റങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ശ്രേയസ് അയ്യർക്ക് അർഹിച്ച അംഗീകാരം തിരികെ ലഭിക്കുമോ? BCCIയുടെ 1 ക്യാപ്റ്റൻ നയൻ ഇന്ത്യൻ ടീമിന് ഗുണകരമാകുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.